പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണയിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. പുത്തൻ വസ്ത്രങ്ങൾക്കും അത്തറും എല്ലാം വാങ്ങാൻ കടകളിൽ തിരക്കേറുകയാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളും ഒരുങ്ങി. കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപകെ, ഗുഡ് ഈവനിങ്. എന്തായാലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് വലിയ പർച്ചേസ് ആയിരിക്കുമല്ലോ. അപ്പോൾ പുതിയ കുപ്പായം, അത്തറ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്? വിപണി എന്തായാലും ഉണർന്നിരിക്കുകയാണല്ലോ അല്ലെ മിഠായിത്തെരുവിൽ? ക്രിസ്റ്റീന, വെരി ഗുഡ് ഈവനിങ്. ഹാപ്പി ഈദ് മുബാറക് ഇൻ അഡ്വാൻസ്. ബക്രീദിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് വലിയ രീതിയിൽ, സാധാരണ പെരുന്നാൾ ഇമ്മിണി വലിയ പെരുന്നാളാണ് കോഴിക്കോടിന്. നമുക്ക് SM സ്ട്രീറ്റിൽ കാണാം, വലിയ തിരക്കാണ്. ഒരു കാര്യം, കോഴിക്കോട് പെരുന്നാൾ ഒരു മത ഉത്സവമല്ല, മതേതര ഉത്സവമാണ്. കാരണം നമുക്കിപ്പോൾ തിരക്കുകൾ മാത്രം നോക്കിയാൽ മതി. കാരണം ഈ വിപണിയിലേക്ക് എത്തുന്ന നിരവധി പേരെ നമുക്ക് കാണാം. പെരുന്നാളിന് വേണ്ടി വന്നാണോ? പെരുന്നാൾ ആഘോഷത്തിലാണോ? അപ്പൊ ഈ ചെറുപ്പക്കാരെല്ലാം തന്നെ വലിയ വൈബിലാണ്. അപ്പൊ ഈ SM സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? ഏത് റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ്. വഴിവാണിപ്പക്കാരുണ്ട്, അത് സ്ഥിരം വഴിവാണിപ്പക്കാരാണ്. എങ്ങനെയുണ്ട് കച്ചവട പ്രാവശ്യം? സാറാണ് പച്ച മോശമാണെന്നും പറയാം. അത് മോശം? ആൾ വലിയ തിരക്കാണല്ലോ, പിന്നെ എങ്ങനെ മോശമാവുന്നത്? മോശം തിരക്ക് ഇപ്പം വന്നതാ, രാവിലെ ഒക്കെ കുറവേനി. ഇനിയിപ്പോ അങ്ങോട്ട് കച്ചവടല്ലേ? ഇനി കഴിഞ്ഞില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞില്ലേ? ഇന്ന് രാത്രി വരെ കച്ചവടം ഉണ്ടാവില്ല, 12 മണി വരെന്നുള്ളൂ. ഇതാണ് പൊതുവിൽ ഈ തുണികൾ, അതുപോലെ തന്നെ അത്തറ്, വാച്ച്, ചെരുപ്പ്, ഇങ്ങനെ എല്ലാം പുതിയത് വാങ്ങിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതാണ് കോഴിക്കോട്ടുകാരുടെ, മലബാറുകാരുടെ പ്രത്യേകത. എങ്ങനെയുണ്ട് പെരുന്നാൾ? പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ സൂപ്പറാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വാച്ച് കടയിൽ പോലും കാണാം SM സ്ട്രീറ്റിലെ തിരക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതാ തൊട്ടുപുറത്ത് ചെരുപ്പ് കട കാണാം, ചെരുപ്പ് കടയിലും വലിയ തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ വലിയ തിരക്കാണ് പെരുന്നാളിന് നമുക്ക് കാണുന്നത്. മോനെ, എങ്ങനെയുണ്ട് പെരുന്നാൾ? എന്തെല്ലാം മേടിച്ചേ? ഡ്രസ് മേടിച്ച്. ഓക്കെ, ചെരുപ്പ് മേടിക്കാൻ പോവാണ് ചെരുപ്പടയില്. അപ്പോൾ ഇതാണ് പെരുന്നാളിന്റെ അവസ്ഥ. എങ്ങനെയുണ്ട് പെരുന്നാൾ? എങ്ങനെയുണ്ട്? ഹായ് ഹായ് ഹായ്. ശരി, പെരുന്നാളിന് പുതിയ ചെരുപ്പ് മേടിക്കാൻ വന്നാണോ? പെരുന്നാളിന് ഡ്രസ്സും ചെരുപ്പും ഒക്കെ പുതിയ ഇതാണ് പൊതുവിൽ ക്രിസ്റ്റീന. ഇതാണ് പെരുന്നാളിന് പുതുവസ്ത്രം, പുതിയ ചെരുപ്പ്, അതുപോലെ തന്നെ പുതിയ കമ്മലുകൾ, അതുപോലെ ഇത് കൂടാതെ അത്തറും. ഇതാണ് കോഴിക്കോടിന്റെ എന്തായാലും ദീപകിനും ബക്രീദ് ആശംസകൾ. ദീപകിനും കുടുംബത്തിനും ബക്രീദ് ആശംസകൾ. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായി ബക്രീദ് ആശംസിക്കട്ടെ, അതിൻ്റെതായിട്ടുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളട്ടെ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവിലെ ആ ഒരു തിരക്കിന്റെ ചിത്രം നമുക്ക് കാണിച്ചു തന്നത്.